ചേട്ടാ ഇത് നമ്മുടെ മറ്റേ ഇതാ പേപ്പർ സ്ട്രോ. അതിലോട്ട് നമുക്ക് ഒരു 4 ടിഷ്യൂ വീതം ഒരു പേപ്പറിൽ റോൾ ചെയ്തെടുക്കാം. ടിഷ്യൂ ആണേ, 2 3 4. ഒരു പേപ്പറിൽ അല്ല, ഒരു സ്ട്രോയിൽ 4 ടിഷ്യൂ വെച്ചിട്ട് റോൾ ചെയ്തങ്ങ് എടുത്താൽ മതി. നിങ്ങൾ ബേക്കർ റോഡ് ഉപയോഗിക്കുന്നതിന് പകരം ഉള്ള ഒരു സ്റ്റമ്പ് ഓക്കെ ആയി കഴിഞ്ഞു. പിന്നെ ചെയ്യാനുള്ളത്, ഇത് നമ്മൾ ഇതിലോട്ട് ടാപ്പ് ചുറ്റും. നോർമലി നമ്മൾ ടാപ്പ് ഇങ്ങനെയാണ് ചുറ്റണത്. ഒരു ചുറ്റ് ചുറ്റിയിട്ട് ഇതിനൊരു ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സെയിം പൊസിഷനിൽ തന്നെ നമ്മൾ ചുറ്റി ഇത് ഫുൾ റാപ്പ് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പോൾ ഉള്ളൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ ഗമ്മ വരും റിട്ടേൺ വരുമ്പം. ഒരു സ്റ്റമ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി വീണ്ടും അടുത്തത് 1 2 3 4. ഫുള്ള് ചുറ്റിയിട്ട് നേരത്തെ പോലെ സെയിം. ഫസ്റ്റ് അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് റിവേഴ്സ്. ഗമ്മപ്പം ഔട്ട് സൈഡിൽ വരും. സ്റ്റമ്പ് റെഡിയായി കഴിഞ്ഞു. ബേക്കർ റോഡിന് ഉപയോഗിക്കുന്നതിനുള്ള സാധനം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിപ്പം ഏറെക്കുറെ കറക്റ്റായ ഇയറാണ്. നമ്മൾ അതിനോ ഗുഡ് ഗേ. ഫസ്റ്റ് ഇയർ നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഫുള്ള് എടുത്ത് കളയണം. ഇതിലിപ്പം ചെറിയൊരു വുണ്ട് ഇവിടെ ആയിട്ടുണ്ട്. അതിൽ അറിഞ്ഞുകൂടാൻ തോന്നുന്ന ചെറിയൊരു മുറിവുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ചെറിയൊരു മുറിവുണ്ട്. ഇപ്പുറത്തെ ഇയർ അതിൻ്റെയും ഈ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ട്. നോർമലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടാപ്പ് ചെയ്യില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഇപ്പം ചെയ്യുന്ന രീതിക്കാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഈ ഹൈമാക്സിൻ്റെ ഓയിൽമെൻറ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടും. മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നു ടാപ്പ്. നമുക്കിത് ഇൻഫെക്ഷൻ ആയി പോകും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഈ മുറിവുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുകയുള്ളൂ, വേറെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് കിട്ടും, നമ്മുടെ ഈ നെബൂസിലിൻ എന്ന് പറയുന്ന ഒരു പൗഡർ, അതായാലും യൂസ് ചെയ്യാം. ഇതാണ് ഇച്ചിരി കൂടെ എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതാ ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒത്തിരി വരുത്തേക്കണ്ട, ഈ മുറിവുള്ളതിൽ മാത്രം ജസ്റ്റ് ഒന്ന് തൂത്തുവിട്ടാൽ മതി. ഇപ്പം ഈ ചെവിയിലാണ് ഇച്ചിരി മുറിവുള്ളത്. ചെവി മുഴുവൻ ഒന്ന് ജസ്റ്റ് ഓക്കെ. ഇപ്പം നമ്മൾ ഇയർ മെഡിസിനെല്ലാം ഇട്ട് സെറ്റാക്കി കഴിഞ്ഞു. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച സ്റ്റമ്പ് ഈ ചെവിക്കകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇതിലോട്ട് അങ്ങ് ഒട്ടിച്ച് വയ്ക്കും. ഇതിൽ ഗമ്മുള്ളതുകൊണ്ട് ഇതങ്ങ് ഒട്ടിക്കോളും. ഇതിൽ തന്നെ എടുക്കാം. ടിപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടാപ്പ്, അത്രയേ ഉള്ളൂ. അതവിടെ ഇരുന്നോളും. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ടിഷ്യൂ കൂടി എടുക്കും. ഒരു ടിഷ്യൂവിനെ ജസ്റ്റ് ഇതിനെ ഉണ്ടാക്കി കയറാം. ഇതെന്ന് പറഞ്ഞാൽ വലിയ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഇയറിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ഇവിടെ ചെറിയ മുറിവുകളുണ്ട്. അതിലോട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇയറിനെ ജസ്റ്റ് ലൈറ്റായിട്ട് വെച്ചിട്ടൊന്ന് പൊതിയും. ടിഷ്യൂ വെച്ച് തന്നെ പൊതിയും. എന്നിട്ട്
സെയിം ടാപ്പ് ഇവിടെ താഴെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട്, എപ്പോഴും ഫ്രണ്ടിലോട്ടാണ് ചുറ്റാൻ. നമ്മളിവിടെ നിന്ന് വെച്ചിട്ട് മുഖത്തിൻ്റെ സൈഡിലോട്ട് നോ. എന്നിട്ട് ഫുള്ള് ഒരു ലെയർ ചുറ്റി മേളറ്റം വരെ. ഒരു ഇയർ സെറ്റായി കഴിഞ്ഞു. നമുക്കിനി വേണമെങ്കിൽ ബേസ് കവർ ചെയ്ത് ഒന്നും കൂടി ചുറ്റാം. ഇപ്പം ചിലത് ബേസേ ഈ സ്റ്റമ്പ് പോകാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ കവർ ചെയ്തുകൊണ്ട് ഒരു ചുറ്റൽ കൂടി. നമ്മൾ ചുറ്റം ടൈറ്റ് ചെയ്യരുത്, ലൂസായിരിക്കണം എപ്പോഴും. ലൂസെന്ന് വെച്ചാൽ പക്ഷേ ഊരിയും പോകരുത്, എന്നാൽ ഇയറിന് ബ്ലഡ് ക്ലോട്ടിങ് ആവുന്ന രീതിയിൽ ടൈറ്റുമായി പോകരുത്. ആ ഒരു രീതിക്ക് എടുത്തിട്ട് ചുറ്റി അങ്ങ് വിടാം. ഒരു ഇയർ സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്ത് നെക്സ്റ്റ്, അതും ഇതുപോലെയാണ്, സെയിം. എപ്പോഴും നോക്കാനുള്ളത് നമ്മൾ ചുറ്റുമ്പോഴത്തേന് ഫ്രണ്ടിലോട്ട് ചുറ്റണം. ഇവിടെ ഒരു ചെറിയൊരു മടക്കുണ്ട്, അതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ മടക്കി ഏത് പൊസിഷനിലോട്ട് അങ്ങോട്ട് ഈ ഭാഗത്ത് ഇതിനിങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റണം. ഈ ചെവി വരുമ്പോൾ അതിനങ്ങോട്ട് വെച്ചിട്ട് ഈ സൈഡിലോട്ടാണ് ചുറ്റാൻ. നോ, ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്പിലൊരു ടാപ്പിങ്. അതിനുശേഷം ടിഷ്യൂ യൂസ് ചെയ്ത് ഇയർ ഫുള്ളൊന്ന് നമ്മൾ ചുറ്റിയെടുത്തിട്ട് ബേസിൽ നിന്ന് മേളിലോട്ട്. വീണ്ടും ഒരു ലെയർ കൂടി ബേസ് കപ്പ് ക്ലോസ് ചെയ്ത് ഒരു ഇത് കൂടി. മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ടാപ്പ് ചുറ്റുമ്പോൾ ഓവർ ടൈറ്റായി പോകരുത്. പിന്നെ നമ്മൾ എളുപ്പത്തിന് ഈ ഇടയ്ക്കുള്ള ബ്രിഡ്ജ് കെട്ടാൻ വേണ്ടിയിട്ട് ഈ മേളിൽ നിൽക്കുന്ന ഇത് രണ്ടിനെ ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ചുറ്റി അങ്ങ് വിടും. കാണിച്ചു തരാം. No, good girl. ഇപ്പോഴുള്ള ടാപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരും. നമുക്ക് വേണം ഈ ബ്രിഡ്ജ് ചെയ്തത് ഇവിടെ തന്നെ വെറുതെ ടാപ്പ് വെച്ച് ഇങ്ങനെ ചുറ്റി വിടാം. അതൊന്ന് കാണിച്ചു തരാം. ഈ ബ്രിഡ്ജ് അവന് മിക്കവാറും ഇയർ കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് ആവശ്യം വെച്ച് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് നീളത്തിനെടുക്കുക. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഇയർ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി ഒരു സൈഡ് സെയിം ആയിട്ട് തന്നെ ഒരു പീസ് കൊണ്ട് എടുക്കുക. നോ, ഫ്രണ്ടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ ടാപ്പിംഗ്. ഇതിൽ പിന്നെ മെയിനായിട്ട് അവന് ഇച്ചിരി വലുതാണ്ട് കാലുകൊണ്ട് മാന്തി കളയുന്നതുകൊണ്ട് മറ്റേ എലിസബത്ത് കോളറും കൂടി
അതിൽ സെറ്റ് ചെയ്യാം.